നമസ്കാരം. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ദിനങ്ങൾ പിന്നിടുമ്പോഴും മലയാളി സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാവുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദവും വിജ്ഞാനവും നൽകുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ കാഴ്ചകളാണ് ഇന്നാദ്യം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ആക്ടിവിറ്റി സെക്ഷൻ നമ്മുടെ ഹാൾ 7-ൽ ഏകദേശം ഹാൾ 7-ൻ്റെ പകുതിയോളം ആക്ടിവിറ്റീസാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഡസൻ കണക്കിന് ആക്ടിവിറ്റി ഏത് കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതും അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ അതും പരമാവധി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല പുസ്തകങ്ങളുടെ കളക്ഷൻ ഇഗ്ലൂ പോലുള്ള വലിയ വലിയ പബ്ലിഷേഴ്സ്, ഇഗ്ലൂ ആണ് ഏറ്റവും വലിയ കുട്ടികളുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കമ്പനി വേൾഡ് വൈഡ്. അപ്പോൾ അവരുടെ പുസ്തകങ്ങൾ ഇവിടെ എല്ലാ സ്റ്റോളുകളിലും ലഭ്യമാണ്. 25% ഡിസ്കൗണ്ടിൽ ആ പുസ്തകങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഒരുപാട് കുറഞ്ഞ വിലക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് കാസ്മിയുടെ കാരുണ്യത്തിൽ നടക്കുന്ന ഒരു പുസ്തകമേളയാണ്. എല്ലാം സൗജന്യമായിട്ടാണ് എൻട്രൻസും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെയുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് വന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എഴുത്തുകാരെ കാണാനും അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് കാണാനുള്ള ഒരു സുവർണാവസരമാണ്. ഫോറം നമ്പർ 1, 2-ലും 3-ലും ബുക്ക് ഫോറത്തിലും ഇവിടെയൊക്കെ നമ്മുടെ മലയാള പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ട് ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഏകദേശം 650ഓളം പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വർഷം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യാതെ ഒരുപാട് പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ ഇവിടെ ഇവരുടെ സ്റ്റാളുകളിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലുള്ള ഏകദേശം 35ഓളം പബ്ലിഷേഴ്സ് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു 17ഓളം പബ്ലിഷേഴ്സ് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 52ഓളം പബ്ലിഷേഴ്സ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹി ബുക്ക് ഫെയറിൻ്റെ ഓർഗനൈസറായിട്ടുള്ള നാഷണൽ ബുക്ക് ട്രസ്റ്റ് അവരുടെ ചെയർമാനും അവരുടെ ഡയറക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സ്റ്റാൾ ഇവിടെയുണ്ട്. അവരും പുസ്തകങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇതിപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു പുസ്തകമേളയായിട്ട് അറിയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. കാരണം നമ്മൾ വായനക്കാരാണ്, നമ്മൾ എഴുത്തുകാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് മലയാളി കമ്മ്യൂണിറ്റി ഷാർജ പുസ്തകമേളയിൽ ഒഴുകിയെത്തുന്നത്. അത് പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. Pen plus paper is equal to paradise. My name is Sajni Vardarajan and I study in grade 9 in GEMS United Indian School, Abu Dhabi. I am an author of 25 books of varied genres, starting from thrillers to mysteries to adventures to suspense, poetry and fantasy. I have written 23 books in English, 1 in French and 1 in Arabic. I aspire to become an ecologist and of course an author because that's my passion. So I'd like to do
both of these things. Most of my books are based on the environment and sustainability, as I believe that each one of us has the potential to combat climate change, which is the burning issue in today's world. And apart from that, my books range from a variety of subjects, starting from family to small mysteries and adventures that keep the readers on their toes till the end of the story. Reading gives wings to imagination and creativity, so I believe that every person should read, open a book, sneak into the library and assimilate vocabulary and pen down their thoughts. എൻ്റെ പേര് മുഹമ്മദ് ജസീം ഫൈസി. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് എൻ്റെ ഖുർആൻ പ്രദർശിപ്പിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു ഖുർആൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1106 മീറ്ററാണ്. ഏകദേശം 1 കിലോമീറ്ററും 106 മീറ്ററും നമ്മുടെ ഈ ഖുർആൻ്റെ നീളം വരുന്നുണ്ട്. അക്കാരണത്താൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന പദവി നമുക്ക് ഇതിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2022 കോഴിക്കോട് മുഗദാർ ബീച്ചിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ അറ്റംപ്റ്റ് നടത്തിയിരുന്നതായിരുന്നു. ഏകദേശം 2 വർഷക്കാലത്തോളം ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് എനിക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. എനിക്ക് ഇതിനു പറ്റിയൊരു സമയം കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയമാണ് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ ഐവറി കാർഡ് എന്ന് പറയുന്ന 300 GSM-ൻ്റെ പേപ്പറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ടോട്ടൽ പേജസിൻ്റെ തൂക്കം വരുന്നത് 2 കിൻഡലോളം ഇതിൻ്റെ വിത്ത് ബോക്സ് അടക്കം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഖുർആൻ്റെ വിശദാംശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് പേജാണ്. ഈ ഒരു പേജിൽ ഏകദേശം 2 മാസത്തോളം സമയമെടുത്തിട്ടാണ് ഈ മുന്നിൽ കാണുന്ന ഈ ഒരു വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഖുർആൻ എഴുതി തുടങ്ങിയത് ചെമ്പ്ര അൽ-ഇഖാൽ ദർസിൽ പഠിക്കുന്ന സമയത്താണ്. അവിടെ ദർസ് പഠനത്തോടൊപ്പം എനിക്ക് ഇതിന് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും എൻ്റെ പ്രിയ വന്യരായിട്ടുള്ള ഗുരു ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി എന്നിവരാണ് എനിക്കിതിനു വേണ്ടി എല്ലാ സപ്പോർട്ടുകളും നൽകിയത്. അതിനുശേഷം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അറ്റംപ്റ്റ് നടത്തുകയും അവിടുത്തെ ഉസ്താദുമാരുടെയൊക്കെ പിന്തുണയോടുകൂടി ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഖുർആനിനെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി എന്നെ സഹായിച്ചത്. സത്യത്തിൽ ഞാൻ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ കാണാനായിട്ടാണ് വന്നത്. വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ 3 പുസ്തകങ്ങൾ അടുത്തിടെ DC ബുക്സ്, മനോരമ ബുക്സ്, ഒലിവ് ബുക്സ് ഈ 3 പ്രസാധകർ ഇറക്കിയിരുന്നു. ആ പുസ്തകങ്ങളൊക്കെ ഈ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുന്നൊരു പ്രകാശന ചടങ്ങ് നടത്തി.
ഞാൻ എഴുതിയ നമ്മുടെ തലപ്പാവ് എന്ന് പറയുന്ന വൈജ്ഞാനിക ഗ്രന്ഥം, അത് പുറത്തിറക്കിയിരിക്കുന്നത് DC ബുക്സ് ആണ്. അതേപോലെ ഞാൻ കഴിഞ്ഞ 10-25 വർഷമായി എഴുതിയിട്ടുള്ള 11 കഥകൾ സമാഹരിച്ചിരിക്കുന്നത് മനോരമ ബുക്സ് ആണ്. കഥകൾ ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതുപോലെ ഞാൻ എഴുതിയ ഒരു നോവലാണ് മരങ്ങളായി നിന്നത്, അത് ഒലീവ് ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ 3 പുസ്തകങ്ങളും ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലുണ്ട്. അല്പം മുമ്പ് ഒരു ചടങ്ങിൽ വെച്ച് ഇത് ഒരിക്കൽ കൂടി മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. വലിയ സന്തോഷമുള്ളൊരു സായാഹ്നമായിരുന്നു. ഈ പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.